നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തിലാണ് ഇത്രയും ദിവസം നമ്മൾ കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഒടുവില് വാസവനിട്ട് നല്ല പണി തന്നെ കിട്ടുവാണ്. വാസവന് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു പണിയാണ് നാളെ വാസവനെ തേടിയെത്തുന്നത്. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ കണ്ടു. ഒടുവില് വിക്രം ഒരു കാര്യം തീരുമാനിച്ചു. വാസവനിട്ടൊരു പണി കൊടുക്കണം. ഈ രാത്രി വാസവന് മറക്കാൻ പറ്റാത്ത ഒരു രാത്രി ആയിരിക്കണം. വാസവൻ ഒന്ന് പേടിക്കണം. അതിനു വേണ്ടിയിട്ട് വിക്രവും സജീവനും രാജേട്ടനും എല്ലാം ചേർന്നൊരു പണിയൊപ്പിക്കുകയാണ്. സജീവന് ഒരു അറ്റൻഡർ വേഷത്തിൽ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക. അപ്പോൾ അവിടെയാണ് വരുണിനെ കിടത്തിയിരിക്കുന്നത്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വരുണിൻ്റെ അടുത്തിരുന്ന് ബൈസ്റ്റാൻഡർ ആയിട്ടിരുന്ന ആളിരുന്ന് ഉറങ്ങുന്ന കണ്ടു. പിന്നീട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണം, അവനെ പോയി അവൻ്റെ മൂക്കും വായും കൂടെ പൊത്തുവാണ്. ക്ലോറോഫോം മണപ്പിച്ച് കഴിയുമ്പോഴത്തേനും അവനും കൂടെ ബോധം കിട്ടുപോയി. പിന്നീട് അതിനുശേഷം അവിടെ കിടന്ന വരുണിനെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് സജീവനും. അപ്പോഴേക്കും രാജേട്ടനും അവരെല്ലാവരും കൂടെ വന്നു. അങ്ങനെ അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. ഇതാണ് അവന് കൊടുക്കാൻ പറ്റിയ, വാസവന് കൊടുക്കാൻ പറ്റിയ 8ന്റെ പണി. ഇനിയിപ്പോൾ വരുണിനെ വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്ത് കാര്യങ്ങളൊക്കെ നടപ്പാക്കാം എങ്ങനെ ഒരു ചിന്തയൊക്കെ ആയിരുന്നു വിക്രത്തിന് മനസ്സിൽ. കാരണം ഏതറ്റം വരെ പോകാനും തയ്യാറായിട്ടാണ് വിക്രം നിൽക്കുന്നത്. മര്യാദയുടെ ഭാഷയെ വാസവനോട് പോയി പറഞ്ഞു. പക്ഷേ വാസവൻ അതൊന്നും കേട്ടില്ല. വാസവൻ താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്നുള്ള രീതി തന്നെയാണ് നിൽക്കുന്നത്. ആരുടെ മുന്നിൽ താൻ താണു കൊടുക്കില്ല. ഉറപ്പായിട്ടും വിക്രത്തിൻ്റെ കുടുംബത്തെ താൻ ഇല്ലാതാക്കും. ആ കുടുംബം അല്ലെങ്കിൽ ആ വീട് താൻ ഇടിച്ചു നിരപ്പാക്കും എന്നൊരു ചിന്ത. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. പക്ഷേ വാസവൻ അറിയില്ലായിരുന്നു തനിക്ക് കിട്ടാൻ പോകുന്ന പണി എന്താന്ന്. വിക്രം പോയി വെല്ലുവിളിച്ച പോലെ പറഞ്ഞതാ വാസവനോട്, നിങ്ങളുടെ മോനെ ഞാൻ ആദ്യ ഡോസോ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ എങ്കിൽ ഇനി അതല്ല, അങ്ങനെയല്ല കൊടുക്കാൻ പോകുന്നത്. അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കൂ എന്നുള്ളത്. പക്ഷേ ഇത് വാസവൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഈ സമയത്ത് വാസവൻ്റെ മകളുടെ പിറന്നാളാഘോഷമായിരുന്നു. അപ്പം വാസവൻ്റെ 2ാം ഭാര്യയാണത്. അങ്ങനെ ആ പെങ്കൊച്ചിൻ്റെ പിറന്നാളാഘോഷം അതിഗംഭീരെന്ന് പറയാൻ പറ്റില്ല. വരുൺ ഹോസ്പിറ്റലിൽ കിടക്കുന്നതുകൊണ്ട് കേക്ക് കട്ടിയതും അത്ര ചെറിയ തോതിൽ തന്നെയുള്ളൂ. എന്നാലും സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അങ്ങനെ വാസവൻ്റെ ഭാര്യയെല്ലാം ചേർന്നിട്ട് മോളുടെ കൈ പിടിച്ച് അങ്ങനെ കേക്ക് കട്ട് ചെയ്യുകയാണ്. അങ്ങനെ കേക്ക് കട്ട് ചെയ്ത് അവരാ സന്തോഷം പങ്കിടുന്ന സമയത്ത് വാസവൻ എന്ത് ചെയ്യുക, മോൾക്ക് വേണ്ടി ഗിഫ്റ്റൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഈ സമയത്ത് മോള് മിനി പറഞ്ഞു, ചേട്ടനുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചേട്ടൻ ഗിഫ്റ്റ് തന്നേനെന്ന് പറയാം. അത് കേട്ടതും വാസവൻ പറഞ്ഞു, സാരമില്ല മോളെ, വിഷമിക്കണ്ട. അടുത്ത വർഷം അതിഗംഭീരമായിട്ട് തന്നെ മോളുടെ പിറന്നാൾ നമുക്ക് ഇവിടെ വെച്ച് തന്നെ ആഘോഷിക്കാം. വാസവൻ്റെ നെഞ്ചിലൊരു വല്ലാത്ത പടച്ചിലായിരുന്നു. പക്ഷെ വാസവൻ അത് പുറത്ത് കാണിച്ചില്ല. ഈ സമയത്ത് മോള് പറഞ്ഞു, അതെ നമുക്ക് ഈ കേക്ക് കൊടുക്കാൻ ചേട്ടൻ്റെ അടുത്ത് പോയാലോ, കാരണം 12 മണിക്കാണ് കൃത്യം കേക്ക് കട്ടിയുന്നത്. അതിനുശേഷം നമുക്ക് പോയാലെന്ന് ചോദിക്കാം. അപ്പോഴേക്കും വാസവൻ പറഞ്ഞു, ഇനിയിപ്പോൾ പോണോ, ഇനിയിപ്പോൾ ഇത്ര രാത്രിയായാലേ പോകേണ്ട കാര്യമില്ല, നാളെ രാവിലെ പോകാൻ മോളെ എന്ന് പറയണം. അത് കേട്ടതും ഭാര്യ പറഞ്ഞു, അത് ശരിയാ, ഇനിയിപ്പോൾ ഈ രാത്രി പോകണ്ട മോളെ, വെറുതെ അവനെ പോയി പാതിരാത്രി പോയി ശല്യപ്പെടുത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിലും അവന് കേക്കൊന്നും കഴിക്കാൻ പറ്റില്ലല്ലോ. ഒരു കാര്യം ചെയ്യും, മോള് പോയി കിടന്നോളാൻ പറയണം. അങ്ങനെ വാസവനും ഭാര്യയും കൂടെ മുറിയിലേക്ക് പോയി. ആ സമയം വിക്രം വരാത്തതുകൊണ്ട് വേദയ്ക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. വേദയ്ക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്, എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങനെ വേദ എന്ത് ചെയ്യുവാണ്, വിക്രത്തിനെ കാണാതെ വന്നിപ്പോൾ മുറി തുറന്ന് പുറത്തിറങ്ങി. വിക്രം വരുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി പുറത്തു വന്നിരിക്കുകയാണ്. ഈ സമയത്താണ് ശ്രീജ ഉറക്കം ഉണർന്നത്. ശ്രീജ ഉറക്കം ഉണർന്ന് പുറത്തേക്ക് വന്ന സമയത്ത്, ഹാളിലേക്ക് വരുന്ന സമയത്താണ് വേദ അവിടെ ഇരിക്കുന്നത് കണ്ടത്. ശ്രീജ കുറച്ച് വെള്ളം എടുക്കാനും വേണ്ടി വന്നതാണ്. അപ്പോഴാണ് വേദ അവിടെ ഇരിക്കുന്നുണ്ട്. ഇവളെന്താ ഈ പാതിരാത്രി സമയത്ത് ഉറങ്ങാതിരിക്കണേ. പിന്നീട് ശ്രീജ അങ്ങോട്ടേക്ക് വന്നു. വേദയോട് കാര്യം തിരക്കുവാണ്. ഈ സമയത്ത് വേദ പറഞ്ഞു, ഒന്നുമില്ല ശ്രീജടുത്തി, എനിക്ക് ഉറക്കം വന്നില്ല. എന്തേ വിക്രം ഉറങ്ങിയോന്നൊക്കെ ചോദിക്കാം. വിക്രം എത്തിയിട്ടില്ല, വിക്രം പുറത്ത് പോയേക്കുക. അത് കേട്ടുകഴിഞ്ഞപ്പോൾ ശ്രീജ പറഞ്ഞു, പുറത്ത് പോയാ എവിടെ, അതറിയില്ല, എവിടെ എന്താണെന്നും അറിയത്തില്ല. അത് കേട്ടപ്പോൾ ശ്രീജയ്ക്കും ടെൻഷനായി. ഇനിയിപ്പോൾ ആ MLA വാസവനെ കാണാൻ പോയതാണോ, അതും പറയാൻ പറ്റില്ല. വേദ പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷനുണ്ട്. എന്ത് വന്നാലും ഏത് വന്നാലും ഈ ജപ്തിയിൽ നിന്ന് കുടുംബത്തെ രക്ഷിക്കുമെന്നും പറഞ്ഞാൽ വിക്രം പോയിരിക്കുന്നത്. ഒരു പക്ഷേ ഇനിയും വല്ല അപകടത്തിലേക്കാണോ ചെന്ന് ചാടുന്നതെന്ന് അറിയില്ല. ശ്രീജ പറഞ്ഞു, ഒന്നും വേണ്ടിയിരുന്നില്ല വിക്രത്തിന്, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് ഇപ്പം കണ്ടില്ലേ, സ്വന്തമായിട്ടൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പം ആരെങ്കിലും രക്ഷിക്കാനുണ്ടോ. അത് കേട്ടതും വേദ പറഞ്ഞു, അത് ശരിയാ, പക്ഷേങ്കിൽ വിക്രം ചെയ്തത് തെറ്റാന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഒരു പെണ്ണിൻ്റെ മാനത്തിന് വില പറഞ്ഞവൻ അവന്, അപ്പം അവനെ വെറുതെ വിടാൻ പാടുണ്ടോ ശ്രീജാടത്തി. പക്ഷേ വിക്രത്തിന് നിയമത്തിൻ്റെ വഴിയാണല്ലോ നോക്കായിരുന്നു. ശ്രീജ പറഞ്ഞു, അത് ശരിയാ, നിയമത്തിൻ്റെ വഴിയെ പോയിട്ടുണ്ടെങ്കിൽ അത് ശരിയാത്തില്ലെന്ന് വിക്രത്തന്നെ തോന്നിക്കാണും. കാരണം അവരൊക്കെ ഇഷ്ടംപോലെ പൈസ ഉള്ളവരല്ലേ MLA വാസവനും ആൾക്കാരും. അപ്പോൾ അതുകൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ലെന്ന് തോന്നിക്കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും വിക്രം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. വേദേ, നീ ഇനി ഇങ്ങനെ ഇവിടെ കാത്തു കെട്ടിയിരിക്കണ്ട, നീ മുറിയിലേക്ക് പോയി കിടക്ക്. പക്ഷെ വേദ പറഞ്ഞു, വിക്രം വരാതെ വിക്രം വന്നോളും, എന്തിനാ ഇവിടെ ഇരിക്കണേ. ഒടുവിൽ വേദ മുറിയിലേക്ക് പോയി. മുറിയിലേക്ക് ചെന്ന് കിടന്നാലും വേദയ്ക്ക് കണ്ണടയ്ക്കാൻ പറ്റുന്നില്ല.
വിക്രത്തിന് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊരു ചിന്തയൊക്കെയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിൽ വേദ കണ്ണടച്ച് ഇങ്ങനെയൊന്നും മയങ്ങുവാണ്. പെട്ടെന്ന് വേദയ്ക്ക് തോന്നി എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു. വേദ അങ്ങ് ചാടി എഴുന്നേറ്റു. അപ്പോഴേക്കും വേദ താൻ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? മുമ്പൊക്കെ ആണെങ്കിൽ ഇത്ര ടെൻഷൻ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വിക്രം രാത്രി താമസിച്ച് വന്നാൽ അത്ര കുഴപ്പങ്ങളൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അപ്പോഴേക്കും വേദയുടെ മനസാക്ഷി വേദയോട് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിനക്ക് വിക്രത്തെ ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ പറ്റുന്നില്ലല്ലേ? വേദയുടെ മനസാക്ഷി വേദയുടെ ആ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വേദയ്ക്ക് ഉത്തരം മുട്ടി. എന്താണെന്നറിയില്ല, ആ കാട്ടിൽ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം മുമ്പത്തെ പോലെയല്ല വിക്രത്തോടെ സമീപനം. തൻ്റെ ഭർത്താവായിട്ട് താൻ വിക്രത്തിനെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയം മനസാക്ഷി പറഞ്ഞു, ഇനിയിപ്പം നീ എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചാലും നിന്റെ മനസ്സിൽ വിക്രമുണ്ട്. ഇനിയിപ്പം നിനക്ക് വിക്രത്തെ ഉപേക്ഷിച്ചിട്ട് ഒരിടത്തേക്കും പോകാൻ പറ്റില്ല. നിന്റെ ജീവിതത്തിൽ വിക്രം മാത്രമേ ഉള്ളൂ ഇനിയൊരു പുരുഷന്. ഇഷ്ടപ്പെടാത്ത താലി കെട്ടിയതാണെങ്കിൽ ഇപ്പം നിനക്ക് വിക്രത്തോട് പ്രണയമാണല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞേ? മനസാക്ഷി ഇങ്ങനെ ചോദിക്കുമ്പോൾ വേദയ്ക്ക് ഉത്തരവില്ലായിരുന്നു. കാരണം വേദയ്ക്കറിയാം താൻ എത്രമാത്രം വിക്രത്തിന് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. പക്ഷേ വിക്രത്തിൻ്റെ ഈ പോക്ക് അത്ര ശരിയല്ലെന്നറിയാം. ഇങ്ങനത്തെ പോക്കാണെങ്കിൽ എങ്ങനെ സന്തോഷമായിട്ട് ജീവൻ നയിക്കും? ആ ശ്രീനിവാസൻ്റെ കൂടെയുള്ള കൂട്ടുകെട്ട് അതെങ്ങനെയും അവസാനിപ്പിച്ച നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ നൂലാമാല പോലെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുക. ഒരു കുരുക്ക് കഴിക്കുമ്പോൾ അടുത്ത കുരുക്ക് വന്നുകൊണ്ടിരിക്കുക. ശ്രീനിവാസനായിരുന്നെങ്കിൽ ആദ്യം ഇപ്പോൾ വാസവൻ്റെ പിടിയില്ല. ഇനിയിപ്പം അയാൾ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്ന് അറിയത്തില്ല. അതൊക്കെ ഓർത്തിട്ട് വേദയ്ക്കും ടെൻഷനായിരുന്നു. വേദയാണെങ്കിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുക. അപ്പോഴാണ് വേദയുടെ മനസാക്ഷി എന്നെ വേദയോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുത്തി ചോദിക്കുന്നത്. വേദയ്ക്ക് അറിയാം ഇനിയിപ്പോൾ ആരുടെയൊക്കെ മുന്നിൽ താൻ വിക്രതയുടെ പ്രണയമില്ലെന്ന് പറഞ്ഞാലും പക്ഷേ തൻ്റെ മനസ്സിൽ വിക്രത്തോട് പ്രണയമാണ്. വിക്രമില്ലാത്ത എനിക്കൊരു ജീവിതമില്ല. അത് വേദ ഇപ്പം നന്നായിട്ട് തിരിച്ചറിയുന്നുണ്ട്. പിന്നീട് വേദ ഉറങ്ങാതെ അവിടെ തന്നെ ഇങ്ങനെ കുത്തിയിരിക്കുക. ഒരു വിധത്തിലാണ് വേദ നേരം വെളുപ്പിക്കുന്നത്. നേരം വെളുത്തിട്ടും വിക്രം വന്നിട്ടുണ്ടായിരുന്നില്ല വീട്ടിലേക്ക്. ഈ സമയത്ത് വേദയ്ക്ക് നല്ല ടെൻഷൻ. ദൈവമേ എവിടെ പോയി എങ്ങനെ പോയെന്നറിയില്ല. വേദ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ എല്ലാം സ്വിച്ച് ഓഫ് പറയുന്നത്. രാത്രിയിൽ ഇത് തന്നെയായിരുന്നു. നേരം വെളുത്തിട്ടും ഇത് തന്നെ പറയണേ. പിന്നീട് നേരം വെളുത്ത് കഴിഞ്ഞപ്പം നന്ദിനിയാണ് മുറ്റം അടിക്കാനായിട്ടൊന്ന് എഴുന്നേറ്റ് അങ്ങനെ മുറ്റം അടിച്ചോടെ നന്ദിനി നിൽക്കുമ്പോഴത്തേനുമാണ് ഒരു JCB അങ്ങോട്ടേക്ക് വരുന്നത്. JCB വന്ന് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ്. ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി. ദൈവമേ ഇതെങ്ങാനും വീട് പൊളിക്കാൻ വന്നാണോ? ആ ചൂലും ഇട്ടിട്ട് അമ്മയെന്ന് വിളിച്ചോണ്ട് നന്ദിനി അകത്തേക്ക് ഓടിച്ചെല്ലുവാണ്. നന്ദിനിയുടെ അലർച്ചയും കാർച്ച എല്ലാവരും കൂടെ അകത്തുള്ളവരെല്ലാം കേട്ടു. അപ്പോഴേക്കും മാഷും ബാക്കി എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. എന്താ നന്ദിനി, നീ എന്തിനാ രാവിലെ ഇങ്ങനെ കിടന്ന് അലർന്നേ എന്ന് ചോദിച്ചുകൊണ്ട് കമല അങ്ങോട്ടേക്ക് വരണം. അമ്മേ അത് പിന്നെ അവിടെ എന്താ? അത് പിന്നെ JCBയോ? കേട്ട പാതി കേൾക്കാത്ത പാതി. മാഷും വിനായകനും വിശ്വ എല്ലാവരും കൂടെ ഓടി വരുമ്പോഴത്തേനും ഗേറ്റിൻ്റെ അവിടെ JCB കൊണ്ടിട്ടിരിക്കുവാണ്. ഒരു കാര്യം ഉറപ്പായി, വീട് പൊളിക്കാൻ വന്നാണ്. കാരണം വീട് വെച്ച സമയത്ത് ആ സ്ഥലത്തിൻ്റെ അതേ സർവേ നമ്പർ തന്നെയായിരുന്നു ഈ വീടിരിക്കുന്ന ഭൂമിക്കുള്ള. അപ്പോൾ അതുകൊണ്ട് ഇതും കൃഷിസ്ഥലമായിട്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് കൃഷിസ്ഥലമായിട്ട് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീടും കൂടെ ഇടിച്ചു നിരത്താനായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു നിമിഷം മാഷിന് എന്ത് ചെയ്യണമെന്ന് നടത്തില്ല. മാഷിൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നുവാണ്. മാഷും കമല എല്ലാവരും കൂടെ പെട്ടെന്ന് പുറത്തേക്ക് ഗേറ്റിന് അങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി വരുവാണ്. ആ സമയത്തൊരു വണ്ടി വന്നിരുന്നു. അതിനകത്തുനിന്ന് ബാങ്കിലെ ആൾക്കാരൊക്കെ ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, അതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാൻ അനുവദിക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, ഡ്യൂട്ടി ചെയ്യാനോ? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. നിങ്ങൾ ഞങ്ങൾക്ക് ഒരു നോട്ടീസ് പോലും തന്നിട്ടില്ല. ഇതൊക്കെ നിങ്ങൾ കള്ളത്തരം കാണിച്ച് ചെയ്യുന്ന പരിപാടിയാണ്. ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറയണം. അത് കേട്ടതും അവർ പറഞ്ഞു, മര്യാദയ്ക്ക് സമ്മതിക്കുന്നതല്ല, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഈ ഇടിച്ചു പൊളിഞ്ഞ് കളിച്ചതിന് ശേഷം നിങ്ങളുടെ അറസ്റ്റും ഉണ്ടാവും വൈകാതെ. അത് വേണോ വേണ്ടോ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. ഇത് കേട്ടാ കമല ചോദിച്ചു, മാഷെ എന്തൊക്കെ ഇവർ പറയണേ? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, അതെ സമ്മതിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ നിങ്ങളെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് നീക്കേണ്ടതായിട്ട് വരും. ഞങ്ങൾ എന്ത് അനുവദിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. അത് കേട്ടതും വേദയ്ക്ക് ദേഷ്യമായി. വേദ പറഞ്ഞു, നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇങ്ങോട്ടേക്ക് പൊളിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്? ഒരു നോട്ടീസ് പോലും തന്നിട്ടില്ല. ഇതിൻ്റെ പിന്നിൽ ആരാ എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞങ്ങളെ അങ്ങനെ പെട്ടെന്നൊന്നും ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് ഈ വീട് പൊളിച്ച് കളയാനായിട്ടൊന്നും പറ്റില്ല. ഇത് കേട്ടതും അവർ, ഓഹോ ഞങ്ങൾക്ക് എന്താണ് നിയമത്തിൻ്റെ വഴി പിന്തുടർന്നാൽ മതിയാവുള്ളൂ, ഞങ്ങൾ നിയമത്തിൻ്റെ വഴി തന്നെയാണ് പോകുന്നത്. അത് കേട്ടതും വേദ പറഞ്ഞു, നിയമത്തിൻ്റെ വഴി എന്താണെന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഞാനും കുറേ നിയമം പഠിച്ചിട്ടുള്ളവളൊക്കെയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പം നിങ്ങളീ കാണിക്കുന്ന നെറുകേട് അതൊരിക്കലും എനിക്ക് അനുവദിച്ച് തരാൻ പറ്റില്ല. ഈ നന്ദിനി ഓർത്ത് ദൈവം ഈ വേദ എന്തൊക്കെയായി പറയണേന്ന്. അപ്പോഴേക്കും ഒരു പോലീസ് ജീപ്പും കൂടെ വന്ന് നിന്നു. ആ സമയത്ത് അയാൾ പറഞ്ഞു, അതെ മര്യാദയാണ് മര്യാദ, അല്ല നിങ്ങളെ ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഇത് പൊളിച്ചു മാറ്റാനായിട്ട് ഞാൻ സമ്മതിക്കില്ല എന്ന് പറയണം.
പിന്നീട് ശ്രീജയുടെ നന്ദിനിയുടെ കയ്യിലേക്ക് ഇങ്ങോട്ട് പിടിച്ചു. നന്ദിനിയോട് ശ്രീജയോടും ചോദിച്ചു, എന്നോടൊപ്പം നിൽക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് ചോദിക്കുക. നന്ദിനിക്ക് ശ്രീജയ്ക്കും നിന്നല്ലേ പറ്റുള്ളൂ. ശ്രീജ ഉറപ്പായിട്ട് നിൽക്കും. പക്ഷെ നന്ദിനിക്കും വേറെ ഓപ്ഷൻ ഇല്ല നിൽക്കാതെ. പിന്നീട് അവരുടെ കൈ പിടിച്ചിട്ട് ആ JCBയുടെ മുന്നിലേക്ക് അങ്ങ് ചെന്നു വേദ എന്നിട്ട് പറഞ്ഞു, അതെ ഇടിച്ച് പൊളിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ നെഞ്ചത്തോടെ കയറ്റിയിട്ട് മാത്രമേ JCB അകത്തേക്ക് കയറ്റാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇവിടെ ഈ മതിലിൻ്റെ ആണെങ്കിലും വീടിൻ്റെ ആണെങ്കിലും എവിടെയാണെങ്കിലും ഒരു ചെറിയ പോറലെങ്കിലും പറ്റണമെങ്കിൽ ഞങ്ങളുടെ നെഞ്ചത്തോടെ വണ്ടി കയറ്റിക്കോളാൻ പറയുക. ഒരു നിമിഷം നന്ദിനി ഞെട്ടിപ്പോയി. ദൈവമേ, ഇവളെന്തൊക്കെയായി വിളിച്ച് പറയണേ എന്നൊരു ചിന്ത നന്ദിനിയുടെ മനസ്സിലേക്ക് വരിക. വേദയ്ക്ക് പക്ഷെ ഒരു കുഴക്കമില്ലായിരുന്നു. വന്നു എന്നൊരു ചിന്തയായിരുന്നു. ഇനി താണു കൊടുക്കില്ല ആരുടെ മുന്നിലും എന്നൊരു ചിന്തയോടുകൂടി വേദ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.